സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വമായ സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായ സാർവത്രിക മതബോധന ഗ്രന്ഥം വളരെ ആധികാരികമായി പഠിപ്പിക്കുന്ന ഷാലോമിൻ്റെ പ്രത്യേകമായ ഒരു പ്രോഗ്രാമാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ കുർബാനയെക്കുറിച്ചായിരുന്നു. ഈ വിഷയം നമുക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും CBCI ദേവീശാസ്ത്ര കമ്മീഷൻ അംഗവുമായ അഭിമന്യ ജോസഫ് പാംബ്ലാനി പിതാവാണ്. പിതാവിനെ വളരെ സ്നേഹപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് പൈസക്കരി ദേവമാത സൺഡേ സ്കൂളിലെ മതാധ്യാപകരാണ്. നിങ്ങളെയും വളരെ സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ കുർബാന രക്ഷാകരമാണ്, അത് പാപമോചനവും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുമ്പസാരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം വന്നിരുന്നു. ഈ കുർബാനയിൽ നന്നായിട്ട് പങ്കെടുത്താൽ പോരെ? യെസ്, കുർബാന സ്ഥാപിച്ച ഈശോമിശിഹ തന്നെയാണ് കുമ്പസാരം എന്ന കൂദാശയെ സ്ഥാപിച്ചത്, അല്ലേ? അപ്പോൾ ഈശോ ആ രണ്ട് കൂദാശകൾ തമ്മിൽ വ്യത്യാസം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. ആ വ്യത്യാസം കണ്ടെത്തുക എന്നുള്ളതാണ് തിരുസഭ ചെയ്തിരിക്കുന്നത്. തിരുസഭ അതേക്കുറിച്ച് നമുക്ക് തരുന്ന മാർഗനിർദ്ദേശം ഇതാണ്: ചാവുദോഷം അഥവാ മാരകപാപങ്ങൾ, മോർട്ടൽ സിൻ, നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന തരത്തിൽ ദുരന്തമുളവാക്കുന്ന ഫലങ്ങളെയാണ് ചാവുദോഷം എന്ന് പറയും. ചാവുദോഷത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ കുമ്പസാരത്തിലൂടെ പാപമോചനം നേടിയ ശേഷമേ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടുള്ളൂ. അതേസമയം പരിശുദ്ധ കുർബാന അതിൽ തന്നെ പാപമോചനം നൽകുന്നു എന്നുള്ളതിനാൽ മാനുഷികമായ രീതിയിൽ ചിന്തിച്ചാൽ നാം ഓരോ നിമിഷവും എന്തുമാത്രം വിചാരത്താലും വാക്കാലും ഉപേക്ഷയാലും പ്രവൃത്തിയാലും നമ്മൾ എന്തുമാത്രം പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. ഒരു പരിശുദ്ധ കുർബാന തുടങ്ങി പിറ്റേ പരിശുദ്ധ കുർബാന വരെ 24 മണിക്കൂറിനുള്ളിൽ ചിലപ്പോൾ ഒരു 24,000 പാപം നമ്മൾ ചെയ്തിട്ടുണ്ട്, അല്ലേ? മണിക്കൂറിൽ ഒരു 1000 ഒക്കെ മിനിമം ആണ് നമ്മുടെ. അത്രയും പാപം ചെയ്ത് നമുക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എന്നൊക്കെ ചെയ്ത് കൂട്ടിയെന്ന്. അപ്പോൾ നമുക്കറിയാവുന്ന അറിഞ്ഞുകൂടാത്തതുമായ അത്തരം ലഘുപാപങ്ങളെല്ലാം പരിശുദ്ധ കുർബാനയിൽ, പ്രത്യേകിച്ച് അതിൻ്റെ അനുതാപ ശുശ്രൂഷയിൽ നാം ഭക്തിയോടെ പങ്കെടുത്ത് ദൈവത്തോട് മാപ്പ് ചോദിക്കുമ്പോൾ അത്തരം പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുന്നു എന്നാണ് സഭ പഠിപ്പിക്കുക. അതേസമയം മാരകപാപങ്ങൾ, ചാവുദോഷങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ ചാവുദോഷങ്ങൾ തീർച്ചയായും പരിശുദ്ധ കുമ്പസാരത്തിലൂടെ മാത്രമേ മോചിക്കപ്പെടുന്നുള്ളൂ എന്നുള്ള തിരുസഭയുടെ പ്രബോധനം നമ്മൾ മനസ്സിലാക്കി. താങ്ക് യു. ഇനി ആരാണ് ചോദിക്കുന്നത്? ജിൻഡോ സാറ് ചോദിച്ചോളൂ. പിതാവേ, ഞാനൊരു സീറോ മലബാർ വിശ്വാസിയാണ്. വിശുദ്ധ കുർബാന ലളിതവും ഹ്രസ്യവും ആകർഷവുമായിരിക്കണമെന്ന് 2ാം വത്തിക്കാൻ കൗൺസിൽ പരാമർശിക്കുന്നുണ്ടല്ലോ. എന്നാൽ നമ്മുടെ വിശുദ്ധ കുർബാന ഇത്തരത്തിലാണോ എന്ന് സംശയമുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവധിക്കൊക്കെ വരുമ്പോൾ അവർ പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് പള്ളിയിൽ പോകാൻ വലിയ താല്പര്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയും, നമ്മുടെ കുർബാന വളരെ ദീർഘമുള്ളതാണ്. എന്നാൽ അവിടെയുള്ള ലാറ്റിൻ കുർബാനയും പോലെയുള്ള കുർബാനകൾ വളരെ ഹ്രസ്യവും ലളിതവും ആകർഷവുമാകുന്നു. എന്തുകൊണ്ടാണ് നമ്മുടെ കുർബാന ഇത്തരത്തിൽ ഹ്രസ്യവും ലളിതവും ആക്കാൻ ഉള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തത്? ഒരു ചെറുപ്പക്കാരൻ്റെ ചോദ്യമാണ്, അത് സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. യെസ്, 2ാം വത്തിക്കാൻ കൗൺസിലിനെ കൂട്ടുപിടിച്ച് തന്നെ ജിൻഡോ ചോദിച്ചത് വളരെ നന്നായി. അതുകൊണ്ട് ഉത്തരം പറയാൻ എനിക്ക് 2ാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കാമല്ലോ. അതായത് 2ാം വത്തിക്കാൻ കൗൺസിൽ ആരാധനാക്രമത്തെക്കുറിച്ച് പറഞ്ഞ പ്രബോധന രേഖയിൽ ജിൻഡോ പറഞ്ഞ ഈ ഒരു പരാമർശമുണ്ട്. സത്യമാണ്. എല്ലാ ആരാധനാക്രമവും ഹ്രസ്വം എന്നുള്ളതിന് അമിത പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അത് മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ലളിതമായി സങ്കീർണതകളില്ലാതെ അവതരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം അവിടെ നൽകപ്പെടുന്നുണ്ട്.
അതുപോലെ തന്നെ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിച്ചിട്ടുള്ളൊരു സത്യമാണ്, ഓരോ ആരാധനാക്രമ കുടുംബങ്ങളും അവയുടെ ആരാധനാക്രമ സവിശേഷതകൾ അതേപടി നിലനിർത്തണം, വളർത്തണം. ഏതെങ്കിലും ഒരു റീത്തിൻ്റെ കുർബാന ചെറുതായതുകൊണ്ട് സ്വന്തം കുർബാന വെട്ടിക്കുറയ്ക്കാൻ പാടില്ല എന്ന് ഇതേ വത്തിക്കാൻ കൗൺസിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന രൂപപ്പെട്ടു വന്ന നമ്മുടെ പൂർവികരുടെ പാരമ്പര്യങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണ്. അതിനെ നമ്മൾ അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു അംശം വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ പരിശുദ്ധ സഭയിൽ ആ ഒരു ആരാധനാക്രമ സവിശേഷത നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇപ്പം അന്ത്യോക്യൻ ആരാധനാക്രമത്തിൻ്റെ വളരെ ഹൃദ്യമായ ഒരുപാട് ചടങ്ങുകളുണ്ട്, ഒരു ക്രമങ്ങളുണ്ട്. അതുപോലെ കാൽദിയൻ ആരാധനാക്രമം, സീറോ മലബാർ ആരാധനാക്രമത്തിൽ വളരെ കൃത്യമായ ചില അനുഷ്ഠാന വിധികളിലൂടെയാണ് ഈ ആരാധനാക്രമം പുരോഗമിക്കുന്നത്. നമ്മൾ ഹ്രസ്വമാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ വിശുദ്ധ കുർബാന പരിഷ്കരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. മറിച്ച് നമ്മുടെ പാരമ്പര്യങ്ങളോട് വിശ്വസ്തത പുലർത്തുന്നതും, എന്നാൽ ജിൻഡോ പറഞ്ഞതുപോലെ നമുക്കൊരു സാധാരണ മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷാ പ്രയോഗങ്ങളുണ്ട് എങ്കിൽ അത് തീർച്ചയായും തിരുത്തപ്പെടേണ്ടതാണ്. അത് ഭാഷ കാലത്തിനനുസൃതമായി വളരേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ ചില ആവശ്യമില്ലാത്ത ദൈർഘിപ്പിക്കലുകൾ ഉണ്ട് എങ്കിൽ അവയിൽ മാറ്റം വരുത്തണം എന്നൊക്കെയുള്ള യുവജനങ്ങളുടെ നിർദ്ദേശം സിറോ മലബാർ സഭയുടെ സിനഡ് ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് ജിൻഡോ നിരാശപ്പെടേണ്ടതില്ല എന്ന് മാത്രമേ എനിക്ക് അതേക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. എന്നാൽ ഒരുപാട് ആവേശഭരിതനാകേണ്ട കാര്യവും ഇല്ല എന്നിവിടെ ഓർപ്പിക്കുക. കാരണം പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുക, അത് ഈ ക്രിസ്തു സംഭവമാണ്. ഈശോ മിശിഹ കുരിശിൽ അർപ്പിച്ച ബലിയാണ്. കുരിശേ കിടന്ന ഈശോ അർപ്പിച്ച ബലിക്ക് എത്ര മണിക്കൂർ ദൈർഘ്യമുണ്ടായിരുന്നു എന്നാ ബൈബിൾ പറയുക? 3 മണിക്കൂറെങ്കിലും ആ ദൈർഘ്യം ഉണ്ടായിരുന്നു, അല്ലേ? നമ്മുടെ ഏത് റാസാ കുർബാന പോലും അതിൽ താന്ന് നിൽക്കും. അതുകൊണ്ട് നമ്മൾ അമിതമായി ഇതിനെ വെട്ടിച്ചുരുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതൊരു ബലിയാണ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ത്യാഗമുണ്ട്, ഒരു സഹനമുണ്ട്, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നടത്തുന്ന ഒരു അർപ്പണമുണ്ട്. എൻ്റെ സമയവും സൗകര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് ഞാൻ എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുണർന്നിരിക്കാൻ പറ്റില്ലേ എന്ന് ഈ ബലിയർപ്പണത്തിൻ്റെ തൊട്ട് തലേ മണിക്കൂറിലാണ് ഈശോ ചോദിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് അതിൻ്റെ അത്തരത്തിലുള്ള ഭാവങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഡോക്യുമെൻ്ററി ഫിലിം കാണുന്നത് പോലെ, മറ്റേ ഡോക്യുമെൻ്ററി 5 മിനിറ്റ് കൊണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് ചെയ്തു, ഈ ഡോക്യുമെൻ്ററി 3/4 മണിക്കൂറായി എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ കുർബാനയെ വിലയിരുത്തുമ്പോഴാണ് നമുക്ക് ഈ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കപ്പെടാതെ പോവുക. സമയത്തെക്കാളും ഉപരി ഇത് ക്രിസ്തു രഹസ്യത്തെ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ സഭ ആരാധിക്കുന്നതാണ്. ആ ക്രിസ്തു സംഭവത്തെ ആരാധിക്കുന്നതിൽ ഈ വ്യത്യാസങ്ങൾ നിലനിൽക്കണം. അതിനെ എല്ലാത്തിനെയും കൂടി ഒന്നിച്ചൊറ്റ റീത്താക്കിയാൽ പോരെ. വാസ്തവത്തിൽ കത്തോലിക്ക സഭയിൽ നമുക്കറിയാം, നമ്മുടെ വിശ്വാസി സമൂഹത്തിൽ 98% മനുഷ്യരും ലത്തീൻ റീത്ത് അനുഷ്ഠിക്കുന്നവരാണ്. ബാക്കി 2% റീത്തേ ഉള്ളൂ കത്തോലിക്ക സഭയിലെ ശേഷിക്കുന്ന 22 സഭകളുടെ കൂടി അത്രേ ഉള്ളൂ. അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ഈ റീത്തിൻ്റെ സ്വാധീനം ഉണ്ടായിട്ടും രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നിർബന്ധപൂർവം പറഞ്ഞു, സിറോ മലബാർ സഭയോട് അടക്കം പറഞ്ഞു, ഇങ്ങനെ ലത്തീൻ ആരാധനാക്രമത്തെ അനുകരിക്കാതെ നിങ്ങളുടെ തനത് ആരാധനാക്രമത്തെ വീണ്ടെടുത്ത് അത് ജീവിക്കണം എന്ന് സിറോ മലബാർ സഭയ്ക്ക് നിർദ്ദേശം നൽകിയതും ഇതേ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ തന്നെയാണ്. അതുകൊണ്ട് അവയെല്ലാം എണ്ണത്തിലോ ആളുകളുടെ പിന്തുണയിലോ അല്ല സഭ വിശ്വസിക്കുന്നത്. ഓരോ ശ്ലൈഹിക പാരമ്പര്യത്തിലൂടെ രൂപപ്പെട്ടു വന്ന ഈ ആരാധനാക്രമങ്ങൾ അവികലമായി പരിരക്ഷിക്കപ്പെടേണ്ടത് സഭയ്ക്ക് ദൈവം നൽകിയ വെളിപാടുകളുടെ പൂർണ്ണത സൂക്ഷിക്കുന്നതിനാവശ്യമാണ് എന്ന് തിരുസഭ കരുതുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാരമ്പര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ആരാധനാക്രമ ശൈലി നമ്മൾ
ആഗ്രഹിക്കരുത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരാധനാക്രമത്തിന് വേണ്ടിയുള്ള മുറവിളി ഒരു റീത്തിലും ഗുണകരമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണം. നമ്മുടെ പ്രേക്ഷകരുടെ ഒരു സംശയമായിരുന്നു, ഒരു സഭയിൽ കുർബാന പരിഷ്കരിക്കാനുള്ള അധികാരം, അതിനൊരു പ്രത്യേക ബോഡി ഉണ്ടാവില്ല, അതാരാണ്? പ്രത്യേകിച്ച് കുർബാന പരിഷ്കരിക്കുക, കൂട്ടിച്ചേർക്കുക, പ്രാർത്ഥന, അതാരാണ് ചെയ്യുന്നൊരു ചോദ്യമുണ്ട്. യെസ്, ഇതേ സംബന്ധിച്ച് പറഞ്ഞാൽ ഇതിന് ഏത് റീത്തിലും പരിശുദ്ധ കുർബാന പരിഷ്കരിക്കാനുള്ള അന്തിമമായ അധികാരം സഭയുടെ ദൃശ്യ തലവനായ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ മാർപ്പാപ്പായിൽ നിക്ഷിപ്തമാണ്. കാരണം ഈശോമിശിഹായുടെ വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ഈശോമിശിഹായുടെ വികാരിയായി സഭയുടെ ദൃശ്യ തലവനായി നിൽക്കുന്ന മാർപ്പാപ്പായ്ക്കാണ് എല്ലാ റീത്തിലും, കത്തോലിക്ക റീത്തുകളിൽ പരിശുദ്ധ കുർബാനയുടെ അന്തിമമായ അംഗീകാരം നൽകാൻ അവകാശം മാർപ്പാപ്പായ്ക്കാണ്. ഇനി ഓരോ സഭയുടെയും ഭരണഘടന അനുസരിച്ച് അതിന് ചില സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ മലങ്കര കത്തോലിക്ക സഭയിൽ, സിറോ മലബാർ സഭയിൽ ഒക്കെയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സഭാ സിനഡിൽ അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അവർ ഈ വിവിധ ചർച്ചകളിലൂടെ വിശ്വാസികളുടെ, വൈദികരുടെ ഇടയിലെ, സിനഡ് പിതാക്കന്മാരുടെ ഇടയിലെ ചർച്ചകളിലൂടെ ഭേദഗതികൾ വരുത്തിയാൽ അവർ വരുത്തിയ ഭേദഗതികളോടെ അവർ ആ കാര്യം പരിശുദ്ധ പിതാവിന് സമർപ്പിക്കുകയും പരിശുദ്ധ പിതാവ് അത് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പരിശുദ്ധ കുർബാനയായി നിലവിൽ വരും. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? ബെന്നിസാറാണ്. ബെന്നിസാർ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനാണ്. സാറ് ചോദിക്കൂ. പിതാവേ, എൻ്റെ ഒരു സംശയം, വിശുദ്ധ കുർബാന ഒന്നല്ലേ ഉള്ളൂ, പിന്നെ എന്തുകൊണ്ടാണ് വിശുദ്ധ കുർബാന പല പേരുകളിൽ അറിയപ്പെടുന്നത്? ഒറ്റ കുർബാന, പാട്ടു കുർബാന, റാസ കുർബാന, ഗ്രിഗോറിയൻ കുർബാന എന്നീ പല പേരുകളിൽ വിശുദ്ധ കുർബാന അറിയപ്പെടുന്നത് എന്തുകൊണ്ട്? ഒന്ന് വിശദീകരിക്കാമോ? യെസ്, എന്താണേലും എല്ലാത്തിൻ്റെയും കൂടെ കുർബാന എന്നുണ്ടല്ലോ. യെസ്, എല്ലാം ഊണാണ്. പക്ഷേ ഓണത്തിൻ്റെ ഊണിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലേ? ക്രിസ്തുമസിനുണ്ടപ്പം വേറൊരു ഊണാണത്. അപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിശുദ്ധ കുർബാന ആഘോഷമായും കൂടുതൽ ആഘോഷമായും സാധാരണ രീതിയിലും മരിച്ചവർക്ക് വേണ്ടി അർപ്പിക്കുന്ന കുർബാന, ഇങ്ങനെയൊക്കെയുള്ള കുർബാനകൾ വ്യത്യസ്തമാണ്. പലതരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നുണ്ട്. മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ട്, ഉയരവർക്ക് വേണ്ടിയുള്ള കുർബാനയുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കുർബാന. അതുപോലെ തന്നെ നമുക്കറിയാം വിശുദ്ധരുടെ മഹത്വത്തിന് വേണ്ടി ചൊല്ലിക്കുന്ന കുർബാനയുണ്ട്. മാതാവിൻ്റെ സ്തുതിക്ക് വേണ്ടി ഒരു കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞ് ആളുകൾ വിശുദ്ധ കുർബാന നിയോഗം സമർപ്പിക്കാറുണ്ട്. അതല്ലെങ്കിൽ ഗീവറീസ് ഉണ്ണിയാളിൻ്റെ നിയോഗാർത്ഥം, വഴിക്ക് ഏതെങ്കിലും പാമ്പിനെ കണ്ട് പേടിച്ച് ചേർത്തിയായിരിക്കും ഗീവറീസ് ഉണ്ണിയാളിൻ്റെ നിയോഗാർത്ഥം ഒരു കുർബാന ചൊല്ലി. മനുഷ്യരുടെ വിവിധ തരത്തിലുള്ള വ്യക്തിപരമായ വിശ്വാസങ്ങൾ പരിശുദ്ധ കുർബാനയുമായി കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ കുർബാന നിയോഗങ്ങൾ വരുന്നത്. ആ നിയോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കുർബാനകളെ തരംതിരിക്കുക. അതൊരു തിരിവ്. മറ്റൊന്ന് കുർബാനയിൽ ഉപയോഗിക്കുന്ന ആഘോഷ രീതികളുടെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവാണ്. അതാണിപ്പോൾ ഇവിടെ പറഞ്ഞ ഒറ്റ കുർബാന, പാട്ടു കുർബാന, റാസ കുർബാന. ഇതൊക്കെ ആഘോഷമായ, പ്രത്യേകിച്ച് പൗരസ്ത്യ ആരാധനാക്രമങ്ങളിൽ സാധാരണ കുർബാന, ആഘോഷമായ കുർബാന, അത്യാഘോഷമായ കുർബാന എന്ന് പറയുമ്പോൾ കൂടുതൽ ഒച്ചത്തിൽ പാട്ട് പാടുന്നെന്നോ കൂടുതൽ വലിയ കൊയറിനെ നിർത്തുന്നെന്നുള്ള അർത്ഥത്തിലല്ല, കൂടുതൽ വെടിക്കെട്ട് നടത്തുന്ന അങ്ങനെയൊന്നും അല്ല അർത്ഥത്തിലല്ല. ഏറ്റവും ആഘോഷപൂർവമായ കുർബാന എന്ന് പറഞ്ഞാൽ ആ ആരാധനാക്രമത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും അതിൻ്റെ പൂർണ്ണതയിൽ ചൊല്ലുന്ന കുർബാന എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ ഇപ്പം നമ്മൾ കുർബാന ചെല്ലിക്കാറുണ്ട്, പാട്ട് കുർബാന ചെല്ലിക്കാറുണ്ട്, സിംഗിൾ കുർബാന ചെല്ലിക്കാറുണ്ട്. അപ്പം അതിനെല്ലാം ഒരേ ഗ്രേസ് മാർക്കാണ്, മാർക്കല്ലേ മുകളിലിരിക്കുന്നവൻ്റെ അടുത്ത് കിട്ടും. തീർച്ചയായും വിൽസൺ സാറിൻ്റെ ചോദ്യം വളരെ, അദ്ദേഹം ഒരു പത്രപ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ അത്ഭുതപ്പെടാനുള്ളൂ. അതുകൊണ്ട് അത് പ്രേക്ഷകരും മനസ്സിലാക്കേണ്ടതാണ്.
പാട്ടുകുർബാന ചെല്ലിച്ചോ, ഒറ്റ കുർബാന ചെല്ലിച്ചോ, റാസാ കുർബാന ചെല്ലിച്ചോ, ഇത് തമ്മിലൊന്നും വ്യത്യാസങ്ങളില്ല. പരിശുദ്ധ കുർബാന ഏത് രൂപത്തിലും അത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളുടെ ആഘോഷമാണ്. അത് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ അനുഷ്ഠിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവയുടെ എല്ലാം ഫലം ഒന്ന് തന്നെയാണ്. എന്നാൽ റാസാ കുർബാനകളിൽ നമ്മൾ കൂടുതലായി പ്രാർത്ഥിക്കുന്നു. ആ രക്ഷാകര രഹസ്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട് ഒറ്റ കുർബാനയുമായി താരതമ്യം ചെയ്യുമ്പോൾ. അതുകൊണ്ട് തത്വത്തിൽ ഫലം ഒന്നാണ് എങ്കിലും അനുഭവത്തിൽ കൂടുതൽ ഫലം പ്രയോജനപ്പെടുത്തുവാൻ ഇത്തരത്തിലുള്ള ആഘോഷമായ ക്രമങ്ങൾ സഹായകമാണ്. താങ്ക് യു പിതാവേ. ഒരു പ്രേക്ഷകരുടെ പ്രത്യേകമായ ഒരു കാര്യം, കഴിഞ്ഞ നാളുകളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു കുർബാനയുടെ പണമേൽപ്പിക്കുന്നതിനെ പറ്റി വലിയൊരു ചർച്ചയുണ്ടായിരുന്നു. ധർമ്മം ഏൽപ്പിക്കുന്നതിനെ പറ്റി അല്പം ഒരു കളിയാക്കലോടുകൂടി ആണെങ്കിലും അതിനകത്തൊരു രസകരമായിട്ടുണ്ടായിരുന്നു. സാധാരണ കുർബാന കാണുന്ന ഈശോയുടെ മുഖം പാട്ട് കുർബാന കാണുന്ന ഈശോ പൊട്ടിച്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സത്യത്തിൽ അത് കണ്ടപ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, സത്യത്തിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഈശോയ്ക്കെന്ന്. ഈ കുർബാന ധർമ്മത്തിൻ്റെ പിന്നിലുള്ള കാര്യത്തെക്കുറിച്ച് കൂടി ഈ സമയത്ത് പിതാവ് പറയുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. പരിശുദ്ധ കുർബാനയുടെ ധർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും വിശുദ്ധ കുർബാനയുടെ വിലയല്ല. ചില ചേട്ടന്മാർ വിശുദ്ധ കുർബാന ധർമ്മം ഏൽപ്പിക്കാൻ വരുമ്പോൾ, ഞാൻ പള്ളിയിലായിരുന്നപ്പോഴും എനിക്ക് അനുഭവമുണ്ട്. ആളുകൾ വന്ന് ചോദിക്കും, ഇപ്പോൾ കുർബാനയ്ക്കൊക്കെ എന്നാച്ചാ വില? അത് ഞാൻ ചേട്ടനോട് പറഞ്ഞു, എൻ്റെ ദൈവം, അത് പിതാവായ ദൈവത്തിന് പോലും അറിയത്തില്ല, അത്രയ്ക്ക് അമൂല്യമാണ് പരിശുദ്ധ കുർബാന. കാരണം ചേട്ടനത് മനസ്സിലായില്ല, എന്നെ അറിയത്തില്ലെന്നോ, അച്ഛൻ അറിയത്തില്ല. അതായത് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന ധർമ്മം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന നാം പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുമ്പോൾ നമ്മുടേതായ ഒരു സമർപ്പണം കൂടി അതിൽ ഉൾപ്പെടുത്താനുള്ളൊരു അവസരമാണ് വിശുദ്ധ കുർബാനയുടെ ധർമ്മം. ഇപ്പം ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും അമ്മച്ചിക്ക് ഭർത്താവ് മരിച്ചുപോയി വിശുദ്ധ കുർബാന ധർമ്മം കൊടുത്ത് പരിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള പ്രാപ്തിയില്ല, സാമ്പത്തിക ശേഷിയില്ല എന്ന് വിചാരിക്കുക. ആ അമ്മച്ചി ആരോടും കടം മേടിച്ച് കൊണ്ടുപോയി കൊടുക്കേണ്ട കാര്യമില്ല, അങ്ങനെ ചൊല്ലിക്കേണ്ട കാര്യമില്ല. എന്ത് ചെയ്താൽ മതി? പോയി പരിശുദ്ധ കുർബാനയെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ആ കുർബാന ചൊല്ലിക്കുന്നതിൻ്റെ അത്രയും പുണ്യം ആ അമ്മച്ചിക്ക് ലഭിക്കും എന്ന് തന്നെയാണ് തിരുസഭ പഠിപ്പിക്കുക. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഈ കാര്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഉണ്ടായിരിക്കെ അത് ചെയ്യുക എന്ന് പറയുന്നത് ആ പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ പങ്കാളിത്തവും അതിലെ നമ്മുടെ സമർപ്പണത്തെയും കൂടുതൽ അർത്ഥപൂർണമാക്കുന്നതാണ്. ഇതിനൊരു നിയന്ത്രണം വേണം എന്നും സഭയ്ക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധ കുർബാന അമൂല്യമായതുകൊണ്ട് ഓരോ വൈദികരും ഓരോ സാഹചര്യത്തിലും ഇങ്ങനെ അനിയന്ത്രിതമായി പരിശുദ്ധ കുർബാനയ്ക്ക് ധർമ്മം ഈടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഏകീകരിച്ചിരിക്കുന്നത്. ഒരു നാട്ടിൽ വിശുദ്ധ കുർബാന ഒറ്റ കുർബാനയ്ക്ക് ഇത്ര, പാട്ടു കുർബാനയ്ക്ക് ഇത്ര എന്നൊക്കെ പറയുമ്പോൾ, പാട്ടു കുർബാന ചെല്ലുമ്പോൾ നമുക്കറിയാം അതിന് എന്തുകൊണ്ടാണ് അതിന് പൈസ കൂടുന്നത് എന്ന് ചോദിച്ചാൽ അത് എല്ലാ പ്രേക്ഷകരും മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അത് ഈശോയ്ക്ക് കൂടുതൽ പൈസ വേണമായതുകൊണ്ടോ വികാരിച്ചിന് കൂടുതൽ പൈസ കിട്ടുന്നത് കൊണ്ടോ അല്ല. പാട്ട് പാടാൻ വരുന്ന വ്യക്തിക്ക് അല്ലെ വ്യക്തികൾക്ക് അതിൻ്റെ വിഹിതം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാട്ടുകുർബാനയിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ പള്ളിക്ക് ദേവാലയത്തിൽ തിരി കത്തിക്കുന്നതിൻ്റെ തിരിപ്പണം എന്ന് പറഞ്ഞ ഒരു വിഹിതം കൊടുക്കണം. പാട്ടുകുർബാനയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷികൾക്ക്, കപ്പ്യാർ ഉൾപ്പെടെയുള്ള ശുശ്രൂഷികൾക്ക് അതിൻ്റെ ഒരു വിഹിതം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന, അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവർക്കും ഇതിൽ പങ്കാളിത്തം ലഭിക്കുന്നു. അവർക്കെല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നത് കൊണ്ടാണ് അത് സാധാരണ കുർബാനയെക്കാളും കൂടുതൽ അതിന് കുർബാന ധർമ്മം ഈടാക്കുന്നത്. അല്ലാതെ അച്ഛൻ അതിന് കൂടുതൽ പൈസ എടുത്തുകൊണ്ട് പോകുന്നു
എന്ന അർത്ഥത്തിൽ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ ഏകീകരണം എന്ന് പറയുന്ന എന്തിനു വേണ്ടിയാണ്? ആരും അതിനെ കൂടുതൽ ധനസമ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്. അല്ലാതെ ഈ അങ്ങാടിപ്പീടിക ചെല്ലുമ്പോൾ മട്ടേരിക്ക് ഇത്ര, ജയേരിക്ക് ഇത്ര എന്ന് വില എഴുതി വെച്ചതുപോലെ ഈ കുർബാന ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ പടിസാധനങ്ങളുടെയൊക്കെ വില എഴുതി പ്രദർശിപ്പിക്കുന്നതൊക്കെ പലപ്പോഴും വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഈ പരസ്യ ഫലകങ്ങൾ സൂക്ഷിക്കുന്നതും പ്രദർശിപ്പിക്കുന്നതും ഒക്കെ ഒരു ക്രൈസ്തവ ആധ്യാത്മികതയുമായി ഒത്തുപോകാത്തതാണ് എന്നാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. അത് ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്. ഓക്കെ പിതാവേ, എനിക്ക് ഒരു കാര്യം അതിനോട് കൂടി ചേർക്കാനുള്ളത്, നമ്മൾ ഇതുപോലെ ഈ കുർബാനയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ ഒരു വൈദികന് അതിൽ നിന്ന് എത്ര പൈസയാണ് ഒരു കുർബാന ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിലധികം നിയോഗങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ ഒരു ദിവസം തന്നെ. അപ്പോൾ വൈദികന് അതിൽ നിന്ന് ആ കുർബാന നിയോഗത്തിൽ അതും വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ, ഒരു ദിവസം തന്നെ ഒരു ഇടവകയിൽ 7 പേര് മരിച്ച ആണ്ടാണ്. 7 പേരും കൊണ്ട് അച്ഛൻ്റെ കുർബാന എല്ലാം പൈസ കൊടുത്തു. അത് വായിക്കാറുമുണ്ട് പള്ളിയിൽ. 7 പേരുടെ പേരും വായിക്കും. 7 പേരുടെ പേരും വായിച്ചു. ശരിടാ, അച്ഛൻ ഒരു കുർബാനയും ചൊല്ലി 7 കുർബാനയുടെ ധർമ്മം അടിച്ചു മാറ്റി എന്നൊരു ധാരണയുണ്ടല്ലേ? അതാണ്. അല്ല പിതാവേ, ഞാനത് ചോദിക്കാൻ കാരണം പലരും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഈ വളരെ നല്ലതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു വൈദികന് ഒരു ദിവസത്തിൽ എത്ര കുർബാന ചൊല്ലിയാലും ഒരു കുർബാനയുടെ ധർമ്മം മാത്രമേ എടുക്കാൻ അനുവാദമുള്ളൂ. 7 പേര് അച്ഛനെ വിശുദ്ധ കുർബാന ചൊല്ലാൻ ഏൽപ്പിച്ചുവെങ്കിൽ ഒരു കുർബാനയുടെ ധർമ്മം അച്ഛൻ എടുക്കുക, ബാക്കി 6 കുർബാന വൈദികൻ രൂപതാ കേന്ദ്രത്തിൽ ഏൽപ്പിക്കണം. രൂപതാ കേന്ദ്രം ആ പണം ഉപയോഗിച്ച് മറ്റ് വൈദികരെ സഹായിക്കുന്നു. ഇപ്പം മിഷൻ പ്രദേശങ്ങളിലൊക്കെ, ഇപ്പം നമ്മുടെ ഇവിടെ ഇത്രയും വിശ്വാസികൾ കുർബാന ഏൽപ്പിക്കാനുള്ളത് കൊണ്ടാണ്. മിഷൻ പ്രദേശങ്ങളിലെ വൈദികർക്ക് ഇങ്ങനെ ഉള്ള സൗകര്യങ്ങളൊന്നുമില്ല. അത്തരം രൂപതകളിലെ വൈദികർക്ക് പരിശുദ്ധ കുർബാനയുടെ ധർമ്മം നൽകുന്നത് കേരളത്തിലെ രൂപതകളാണ് പലപ്പോഴും അങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വൃദ്ധമന്ദിരങ്ങളിൽ ഇരിക്കുന്ന വൈദികരുടെ പരിശുദ്ധ കുർബാന അർപ്പണമുണ്ട്. അപ്പോൾ ഒരു കുർബാന ധർമ്മം ഒരു വിശുദ്ധ കുർബാനയ്ക്ക് മാത്രമാണ്. അതിൽ കൂടുതലുള്ളതെല്ലാം ഏതെങ്കിലും ഒരു വൈദികൻ എവിടെയെങ്കിലും ആ കുർബാന ധർമ്മത്തിൻ്റെ നിയോഗമുള്ള വിശുദ്ധ കുർബാന ചൊല്ലിയിരിക്കും എന്ന കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ്. താങ്ക് യു. ഇനി ആരാണ് ചോദിക്കുന്നത്? മാത്യു സാറാണ്. മാത്യു സാർ ചോദിച്ചോളൂ. എൻ്റെ ഒരു സംശയം, ഈ പഴയ നിയമത്തിലെ ബലികൾ അപൂർണങ്ങളായിരുന്നു. മനുഷ്യൻ്റെ പൂർണ്ണമായ രക്ഷയും വിശുദ്ധിയൊന്നും നൽകാൻ പര്യാപ്തമായിരുന്നില്ല. അതുകൊണ്ട് ആ ബലികൾ നിരന്തരം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ യേശുവിൻ്റെ കുരിശിലെ ഏകബലി തന്നെ മനുഷ്യന് പൂർണ്ണമായ രക്ഷയും വിശുദ്ധീകരണവും നൽകുവാൻ പര്യാപ്തമാണെന്നിരിക്കെ എന്തിനാണ് അൾത്താരകൾ ദിവസവും ഈ ബലി ആവർത്തിക്കുന്നത്? യെസ്, മാത്യു സാറാണ് വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് ചോദിച്ചത്. സാറിൻ്റെ ചോദ്യം അത് പലരും പല വിശുദ്ധ കുർബാനയിൽ വിശ്വാസമില്ലാത്ത ക്രൈസ്തവ സമൂഹങ്ങൾ പോലും ഉയർത്താറുള്ള ചോദ്യമാണ്. എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി പൂർത്തിയായി കഴിഞ്ഞു, അത് ദൈവപുത്രൻ്റെ ബലി. ഇനിയൊരു ബലി അപ്രസക്തമാണ്. ബൈബിളിലെ ഈ വചനം ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാദഗതികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അത് ശരിയാണ്. എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ ബലി അത് മാത്രമാണ് ഏകബലി. ആ ബലി ഇവിടെ ആവർത്തിക്കുകയല്ല ചെയ്യുന്നത്. ആ ബലിയെ സജീവമായി നമ്മൾ അനുസ്മരിച്ച് ജീവിക്കുകയാണ്. അങ്ങയുടെ പ്രിയപുത്രൻ്റെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദൈവിക രഹസ്യങ്ങൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു അല്ലേ? അതിനെ അനുസ്മരിക്കുകയാണ്. നമ്മൾ ഈശോ അർപ്പിച്ചതുപോലത്തെ വേറൊരു ബലി ഇവിടെ അർപ്പിക്കുകയാണ് എങ്കിൽ ഈ പറഞ്ഞ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഈശോയ്ക്ക് പകരം വികാരിച്ചിനെ എല്ലാവരും കൂടെ അന്ന് ആൾത്താരെ കുരിശേ കയറ്റി അടിച്ചു കൊന്നുവാണെങ്കിൽ സാറി പറഞ്ഞ അർത്ഥമാണ് അല്ലേ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും അത് നിങ്ങളാരും ചെയ്യാറില്ലല്ലോ.
പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, അത് ഈശോ അർപ്പിച്ച ആ ബലിയേ ഉള്ളൂ. വേറെ ബലി നമ്മളിവിടെ അർപ്പിക്കുന്നില്ല, വേറെ ആരെയും നമ്മൾ കുരിശിൽ തറയ്ക്കുന്നുമില്ല. കുരിശിൽ തറയ്ക്കപ്പെടുന്നത് അവൻ മാത്രമാണ്. അവൻ്റെ ബലിയെ നാം അനുസ്മരിച്ചു. വെറുതെ ഒന്ന് ഓർത്തത് മാത്രമല്ല, അത് സജീവമായി അനുഷ്ഠിക്കുകയും ചെയ്യും. ആരാ അനുഷ്ഠിച്ചത്? ഈശോ തന്നെ. അൾത്താരയിൽ ഈശോയാണ് ബലി അർപ്പിക്കുന്നത്, അല്ലാണ്ട് നമ്മൾ അല്ല അത് അർപ്പിക്കുന്നത്. അതാണ് അതിൻ്റെ അടിസ്ഥാന വ്യത്യാസം. അൾത്താരയിൽ ഈശോയുടെ വചനമാണ് ഉച്ചരിക്കുന്നത്. ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ആരാ? അച്ഛൻ്റെ ശരീരമാണോ? അല്ല. ഇത് എൻ്റെ രക്തമാകുന്നു. ആരുടെയാ? ഈശോയുടെ രക്തം. സമാധാനം നിങ്ങളോടുകൂടെ. തീരെ സമാധാനം ഇല്ലാത്ത അച്ഛനും മെത്രാനുമാണ് ആശംസിക്കുന്നത് സമാധാനം നിങ്ങളോടുകൂടെ. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ ആശംസിച്ച ആരാ? ഈശോയാ ആശംസിച്ച്, അല്ലേ? അതുകൊണ്ട് പരിശുദ്ധ കുർബാന അൾത്താരയിൽ അർപ്പിക്കുന്നതും ഈശോയാണ്. ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളാണ്. അതുകൊണ്ട് ആ വചനത്തിന് വിരുദ്ധമല്ല, ആ വചനത്തെ കൂടുതൽ അർത്ഥപൂർണമാക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണം. എന്നേക്കുമായി അവൻ അർപ്പിച്ച ബലി എന്നാണ് ഹെബ്രായ ലേഖന കർത്താവ് പറഞ്ഞു, അല്ലേ? അല്ലാണ്ട് AD 30 ഏപ്രിൽ 7 ഉച്ചയ്ക്ക് 3 മണിക്ക് അർപ്പിച്ച ബലിയല്ലത്. എന്നേക്കുമായി അവൻ അർപ്പിക്കുന്ന ബലിയാണത്. ആ ബലിയെ നാം ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോയോട് ചേർന്ന് അനുസ്മരിച്ച് അനുഷ്ഠിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്നത്. താങ്ക് യു പിതാവേ. ഇനി ആരാണ് ചോദിക്കുന്നത്? ഡെയ്സി ടീച്ചറാണ് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. പിതാവേ, എൻ്റെ ഒരു ചെറിയ സംശയം. അതായത് ഈ അപ്പത്തിൻ്റെ മാത്രം സാദൃശ്യത്തിലും അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സാദൃശ്യത്തിലും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിൻ്റെ വ്യത്യാസം എന്താണ്? പിന്നെ ചില റീത്തുകളും പല രീതി അവലംബിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊന്ന് വ്യക്തമാക്കി തരാൻ പറ്റും? ഈ വിശുദ്ധ കുർബാന കൊടുക്കുന്നതിൽ പല രീതികൾ. യെസ്. അപ്പോൾ ഡെയ്സി ടീച്ചറിൻ്റെ ചോദ്യം ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തെക്കുറിച്ചാണ്. അപ്പവും വീഞ്ഞും എന്തുകൊണ്ട് ഇത് രണ്ടും കൂടെ കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ട് ഈ ഒന്ന് മാത്രം കൊടുക്കുന്നു, അല്ലേ? യെസ്, ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. എല്ലാ റീത്തിലും സഭയുടെ നിർദ്ദേശം സാധിക്കുന്നിടത്തോളം ഈ രണ്ട് സാദൃശ്യങ്ങളിലും ഈശോ മിശിഹായെ നൽകണം എന്നാണ്. അതായത് അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീര രക്തങ്ങൾ ആണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ രണ്ട് സാദൃശ്യങ്ങളിലും ഈശോയെ നൽകാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും മാതൃകാപരമായ വിശുദ്ധ കുർബാന സ്വീകരണം. പല രീതികളിൽ അത് നൽകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നൽകുന്നവർ വൈദികൻ തന്നെ തിരുവോസ്തി എടുത്ത് തിരുരക്തത്തിൽ മുക്കി വിശ്വാസിയുടെ നാവിൽ കൊടുക്കും. പാശ്ചാത്യ നാടുകളിലൊക്കെ പലപ്പോഴും സംഭവിക്കുന്നത് തിരുവോസ്തി എടുത്ത വൈദികൻ വിശ്വാസിയുടെ കൈ കൊടുക്കുന്നു. വിശ്വാസി പോയി അത് മേശയിലിരിക്കുന്നതിൽ തിരുരക്തം മുക്കി കഴിക്കുന്നു. വേറെ ചില പള്ളികളിൽ, അധികം ആളൊന്നും വരാത്ത പള്ളികളിൽ അവർ കാസാ തന്നെ പാനം ചെയ്യുന്ന രീതികളുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ രീതികളുണ്ട്. പക്ഷേ സഭയുടെ ഔദ്യോഗിക നിലപാടനുസരിച്ച് കാസായിൽ നിന്ന് തിരുരക്തം നേരിട്ട് പാനം ചെയ്യുക എന്നത് ഡീക്കൻ പട്ടമെങ്കിലും കിട്ടിയ വ്യക്തികൾക്കായി നിശ്ചയിക്കപ്പെട്ടതാണ്. ഡീക്കൻ പട്ടം. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്യുന്ന രണ്ട് സാദൃശ്യത്തിലുള്ള കുർബാന സ്വീകരണ രീതിയാണ് ഏറ്റവും അനുകരണീയം. സഭാ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള കുർബാന സ്വീകരണ രീതി അതാണ്. ഇനി പരിശുദ്ധ കുർബാന തന്നെ കൊടുത്തു, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പരിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. കാരണം എന്താണ്? ഈ എല്ലാ റീത്തിലും ഈ അപ്പം വിഭജിച്ച് കഴിയുമ്പോൾ അപ്പവും വീഞ്ഞും ഒരുമിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട്. ഈ പരിശുദ്ധ ഈശോ മിശിഹായുടെ തിരുശരീരം കൊണ്ട് തിരുരക്തം റൂഷ്മ ചെയ്യുന്നു. തിരുരക്തം കൊണ്ട് അവിടുത്തെ ജീവദായകമായ തിരുശരീരം റൂഷ്മ ചെയ്യപ്പെടുന്നു. ഇത് വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും പരസ്പരം യോജിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്നൊക്കെ വൈദികൻ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഭജന ശുശ്രൂഷയിൽ
അപ്പവും വീഞ്ഞും പരസ്പരം സംയോജിപ്പിക്കുന്ന ഒരു കർമ്മം എല്ലാ പരിശുദ്ധ കുർബാനയിലും ഉണ്ട്. സിറോ മലബാർ കുർബാനയിൽ അത് അച്ഛനത് മുക്കി അതിൻ്റെ അറ്റം മടക്കി വെച്ച് ഇങ്ങനെ ചേർത്ത് വെക്കുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? ലത്തീൻ കുർബാനയിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു കഷണം ഒടിച്ച് കാസായിലേക്ക് തിരുരക്തത്തിലേക്ക് തിരുരക്തം ചേർക്കുന്നു. മലങ്കര കുർബാനയിലാണെങ്കിൽ അവർ കുറേ കൂടി മനോഹരമായിട്ട് അതൊരു പൂവിൻ്റെ ആകൃതിയിൽ അതിനെ അടർത്തി ഈ പറഞ്ഞതുപോലെ തന്നെ തിരുരക്തവുമായി സംയോജിപ്പിക്കുന്നു. അത്ര ശ്രേഷ്ഠമായ രീതിയിൽ അപ്പവും വീഞ്ഞും ഇനിമേൽ രണ്ടല്ല ഒന്നാണ് എന്ന് പരിശുദ്ധ കുർബാനയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അപ്പത്തിൻ്റെ സാദൃശ്യത്തിൽ നൽകിയാലും ഈശോമിശിഹായെ പൂർണ്ണമായും ലഭിച്ചു. രക്തത്തിൻ്റെ സാദൃശ്യത്തിൽ നൽകിയാലും ഈശോമിശിഹായെ പൂർണ്ണമായും ലഭിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് വഞ്ചിയിൽ കാൽ വെച്ച് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞത് എപ്പോഴും വാലിഡായ ആർഗ്യുമെൻ്റാണ്, സാധുവായ വാദമാണ്. എന്താണ്? രണ്ട് സാദൃശ്യത്തിലും പരിശുദ്ധ കുർബാന നൽകുന്നതാണ് ഏറ്റവും ഐഡിയലായത്, മാതൃകാപരമായത്. അത് പറ്റാത്ത സാഹചര്യങ്ങളിൽ പരിശുദ്ധ കുർബാനയ്ക്ക് എന്തെങ്കിലും കുറവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം തിരുരക്തത്തിൽ തിരുശരീരമുണ്ട്, തിരുശരീരത്തിൽ തിരുരക്തമുണ്ട്. അത് പരിശുദ്ധ കുർബാനയിൽ തന്നെ അതിനെ ഒന്നിപ്പിക്കുന്ന കർമ്മങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. പിതാവേ, നമ്മുടെ ഇന്നത്തെ സമയം ഏറെക്കുറെ പൂർണ്ണമായി. ഇനി ഒട്ടേറെ സംശയങ്ങൾ ഇവരുടെ ഉള്ളിൽ ബാക്കി നിൽക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾക്ക് പിതാവ് ഉത്തരം നൽകുന്നതായിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ നമ്മുടെ തുടർ സംശയങ്ങളുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം. നന്ദി. സികാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.